പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 17 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ആ കൈകളെ ഒന്ന് ഉയർത്തി ഇങ്ങനെ പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ചിലർക്കൊക്കെ കൈ ഉയർത്തി സ്തോത്രം പറയുന്ന ഒരു മടിയാണ്. അങ്ങനെ മടിക്കണ്ട. കർത്താവ് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറയാൻ തിരുവെഴുത്തിലുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് ആ കൈ ഉയർത്തി പിടിച്ചിട്ട് സ്തോത്രം പറ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. കൈ ഉയർത്തുമ്പോൾ നമ്മൾ പറയുന്നത് എൻ്റെ കഴിവല്ല കർത്താവെ, ദൈവകൃപയാല ഞാൻ രാത്രിയിൽ ഉറങ്ങിയത് എന്നുള്ളതാണ് അതിനർത്ഥം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എന്നെ ഉണർത്തിയതിനായിട്ട് കൈകൾ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആരോഗ്യത്തോടെ ആനന്ദത്തോടെ സൗഖ്യത്തോടെ നടത്തുന്ന കർത്താവിന് സന്തോഷമുള്ള ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എത്ര നല്ലവൻ, അങ്ങ് എത്ര വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇന്ന് പൽക്കാലം ഞങ്ങളുടെ മേലുള്ള അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ഫേവർ ഞങ്ങളെ സറൗണ്ട് ചെയ്തിരിക്കാൻ സ്തോത്രം. അങ്ങയുടെ ഫേവർ ഞങ്ങളെ സറൗണ്ട് ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പോൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രം. അപ്പോൾ ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. ആ മുഖത്തേക്ക് നോക്കുന്ന ഞങ്ങളെ പ്രകാശിപ്പിക്കുന്ന അപ്പയ്ക്ക് നന്ദി പറയുന്നു. അപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അപ്പം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അപ്പം ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുക അപ്പ. എല്ലാവരുടെ മേലും അങ്ങനെ സ്പെഷ്യൽ ഫേവർ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ സ്പെഷ്യൽ ഫേവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്പെഷ്യൽ ഫേവർ ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഓരോ അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളും സ്പെഷ്യൽ ഫേവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അവരുടെ ജോലി സ്ഥലത്ത്, അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിലൊക്കെയും ഇന്ന് പകൽക്കാലം അവർ സ്പെഷ്യൽ ഫേവർ അനുഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് കൈകൾക്കുള്ള പെരുപ്പുകൾ, കാലുകൾക്കുള്ള പെരുപ്പുകൾ, ആമേൻ, നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവുക. ആ പെരുപ്പിന് കാരണമായത് എന്തു തന്നെയാണെങ്കിലും അത് ആ ശരീരത്തിൽ നിന്ന് മാറി ഇപ്പോൾ യേശുവിൻ നാമത്തിൽ കൈകാലുകളുടെ പെരുപ്പുകൾ മാറി സ്വസ്ഥമാകട്ടെ. അതുപോലെ മസിലുകൾക്കുള്ള ആ വലിച്ചിലുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മസിലുകളുടെ ആ വലിച്ചിൽ അനുഭവപ്പെടുന്നു, നടക്കാൻ കഴിയാതെ പിടിച്ചു വെക്കുന്ന മസിൽ ക്രാംസ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ പോകുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പൽക്കാലം വഴി തുറക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം. ആമേൻ. കർത്താവെ നന്ദി, കർത്താവെ നന്ദി. കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. ദേശത്ത് ദൈവപ്രവൃത്തി നടക്കട്ടെ. നിന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ദേശത്ത് ഇവരിലൂടെ ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടട്ടെ. ഇവരിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കട്ടെ. ഞങ്ങളിവരെ ബ്ലെസ് ചെയ്യുമ്പോൾ ഇവരിലൂടെ കർത്താവിൻ്റെ ഗ്ലോറി വെളിപ്പെടുവാൻ കാരണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദാസിദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. കൊയ്ത്ത് അധികമുണ്ട്, വേലക്കാരോ വിരളമെന്ന് പറഞ്ഞു. അനേക വേലക്കാർ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നാളെ വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ട്. ഇന്നലത്തെ മീറ്റിംഗ് കർത്താവ് അനുഗ്രഹമാക്കി തീർത്തു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിച്ച നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പങ്കെടുത്ത നിങ്ങളെല്ലാം പ്രത്യേകമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളത്തെ മീറ്റിങ്ങിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഇന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ കർത്താവിൻ്റെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ദൈവമായ യഹോവയെ സേവിപ്പീൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. അപ്പം കർത്താവിൻ്റെ ഒരാഗ്രഹമാണ് നമ്മുടെ നടുവിൽ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കണം. നമ്മുടെ അപ്പവും വെള്ളവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. ഇതൊക്കെ കർത്താവിൻ്റെ ഇഷ്ടമായ കാര്യമാണ്. പക്ഷേ അതിന് കർത്താവ് പറഞ്ഞ ആകെ ഒരു വ്യവസ്ഥ ഇതാ: നീ എന്നെ സേവിക്കണം.
നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, ദൈവത്തെ സേവിക്കാറുണ്ടോ? സെർവ് ദ ലോർഡ്. നമ്മൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരായിരിക്കും. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത്, വേദപുസ്തകം വായനയിൽ സമയം ചെലവഴിക്കുന്നുണ്ട്, ആരാധനയിൽ ചെലവഴിക്കും. ഇതൊക്കെ നമ്മുടെ ആത്മീക വർധനയ്ക്കും നമ്മുടെ അനുഗ്രഹത്തിനും കാരണം. എന്നാൽ ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെച്ച് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് ദൈവത്തെ സേവിക്കുക എന്ന വാക്ക് ആയിത്തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ആമേൻ. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഇന്നലെ ഇത് തന്നെയാണ് രാത്രി പറഞ്ഞത്, ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഫേവർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ കാരണമായി തീരും. ആമേൻ. കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, ആമേൻ, നമുക്ക് തന്നിരിക്കുന്ന 24 മണിക്കൂറുകളിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ദൈവത്തെ സേവിക്കുവാൻ ഉപയോഗിക്കണം. നിങ്ങൾ ബിസിനസ്സുകാരാകാം, നിങ്ങൾ ജോലി ചെയ്യുന്നവരാകാം, നിങ്ങൾ സ്റ്റുഡൻസ് ആകാം, നിങ്ങൾ പലതാകാം. പക്ഷേ അതിനകത്ത് ദൈവം 24 മണിക്കൂർ നമുക്ക് വേണ്ടി ദാനം തന്നു. 8 അല്ലെങ്കിൽ 9 മണിക്കൂർ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ മുമ്പിൽ ഇത്രയും മണിക്കൂറുകൾ കിടക്കുക. അതിനകത്തുനിന്ന് 1 മണിക്കൂർ കർത്താവിനെ സേവിപ്പാൻ ഡെഡിക്കേറ്റഡായ ടൈം മാറ്റിവെക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹം കൊണ്ടുവരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവറിനെ അട്രാക്റ്റ് ചെയ്യും. കാരണം ദൈവത്തെ ഒരുവൻ സേവിക്കുന്നത് കാണുമ്പോൾ കർത്താവിനെ അനുഗ്രഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ദൈവത്തെ സേവിക്കുന്നവരായിത്തീരണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, നിങ്ങൾ കുലുങ്ങാത്തവരായിരിക്കണം, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ ഒരു ഉറപ്പും വിശ്വാസവും ധൈര്യവും ഉള്ളവരായിരിക്കും. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ എന്ത് സംഭവിച്ചാലും അത് കണ്ട് കുലുങ്ങുന്നവരാകരുത്. പക്ഷേ അവിടെ പറയുന്ന അടുത്ത വാക്ക് നിങ്ങളുടെ പ്രയത്നം, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ സേവിക്കുന്നതിലൂടെ, നിങ്ങൾ കർത്താവിനെ സേവിക്കുന്നവരായിരിക്കണം, കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരായിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കണം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കണം. പ്രയത്നം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക്സ്, തൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള ഹാർഡ് വർക്കുകളെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു, കമ്പനികൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു. ആമേൻ. ജീവിതത്തിൽ പല കാര്യങ്ങൾ ഹാർഡ് വർക്ക്സാണ്. പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാറുണ്ടോ? അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ച് നിങ്ങളുടെ ലൈഫ് അസാധാരണമായി തീരും. അവൻ പ്രത്യേക ഫേവറിനാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. നിങ്ങളുടെ അപ്പത്തെ വെള്ളത്തെ ദൈവം അനുഗ്രഹിക്കും. രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് നീക്കും. ആരോഗ്യമുള്ളവരായി നിങ്ങൾ തീരും, സമാധാനമുള്ളവരായി തീരും. അമേൻ. അപ്പോൾ ഇവിടെ പറയുക, അമേൻ, എല്ലാ സീസണിലും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. ദൈവത്തിന് വേണ്ടി നിങ്ങൾ 1 മണിക്കൂർ ദിവസവും മാറ്റിവെക്കുമ്പോൾ ബാക്കി നിങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ അനുഗ്രഹം വരും. പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കും വേണ്ടി മാറ്റിവെക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചു, ഇന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് എന്തുവാ? നിങ്ങളുടെ കാര്യങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. അതിന് നിങ്ങൾക്ക് വ്യക്തിപരമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകാം. പക്ഷെ 1 മണിക്കൂർ കർത്താവിൻ്റെ രാജ്യം വളരാൻ വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുമ്പോൾ അതാണ് കിങ്ഡത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന സമയം. അതെന്ത് പറ്റും? നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും എല്ലാ സീസണുകളിലും അനുഗ്രഹിക്കുവാൻ അത് കാരണമായി തീരും. മികവ് പുലർത്താൻ നിങ്ങൾക്ക് കർത്താവിൻ്റെ കൃപ തരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുക. എൻ്റെ ജീവിതകാലം മുഴുവനും ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ ഞാൻ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായിരിക്കും. ആമേൻ. ഒന്നുകിൽ ഒരാളോട് സുവിശേഷം പറയുവാൻ, അല്ലെങ്കിൽ ഒരാളുടെ ഭവനം സന്ദർശിക്കുവാൻ, അല്ലെങ്കിൽ ഒരു ദേശത്ത് പോയി ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ ഒക്കെ ആയിട്ട് 1 മണിക്കൂർ. ഒന്നും പറ്റുന്നില്ലെങ്കിൽ 1 മണിക്കൂർ ആമേൻ ഡെഡിക്കേറ്റഡ് ടൈം ഫോർ പ്രയർ, കിങ്ഡം അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വർധനവിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുക. ദേശത്തിലെ അഭിഷക്തന്മാർ, ദൈവസഭയിലെ ആളുകൾ, ആമേൻ, ദൈവമക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിഷക്തൻ, ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ 1 മണിക്കൂർ മാറ്റിവെക്കുക. അത് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എല്ലാ ദിവസവും ചെയ്യണം. നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം ജോലിക്ക് പോയാൽ കാര്യം നടക്കുമോ? ഇല്ല. നിങ്ങൾ എല്ലാ ദിവസവും ജോലിക്ക് പോകണം. അതുപോലെ തന്നെയാണ് എല്ലാ ദിവസവും കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ സ്പെഷ്യൽ ഫേവറിനാൽ കർത്താവ് നിങ്ങളെ മൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.